ഗുഡ് ഈവനിങ്. ഞാൻ ഡോണ. കോടഞ്ചേരി മീഡിയ. സന്ധ്യാവാർത്തയിലേക്ക് സ്വാഗതം. നെഹ്റുവിന്റെ കാലത്ത് 12 ലക്ഷത്തിന്റെ 4/1, ഇന്ദിര ഭരിക്കുമ്പോൾ 10 ലക്ഷം, ഇപ്പോൾ നികുതി വേണ്ട. ന്യൂഡൽഹി. ജനങ്ങളുടെ ബജറ്റാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹിയിൽ ബിജെപിയുടെ തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മധ്യവർഗത്തിന്റെ പ്രതീക്ഷകളെയും അഭിലാഷങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ബജറ്റാണിത്. രാജ്യം സാമ്പത്തികമായി വളരുകയാണ്. മുൻകാലങ്ങളിൽ അഴിമതി ജനങ്ങളെ തിന്നുതീർക്കുമായിരുന്നു. നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം അപഹരിക്കപ്പെടുമായിരുന്നു. ബിജെപിയുടെ സത്യസന്ധമായ ഭരണം എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമത്തിനായാണ് പ്രവർത്തിച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ ബജറ്റ് മധ്യവർഗ സൗഹൃദ ബജറ്റാണെന്നാണ് മുഴുവൻ മധ്യവർഗവും പറയുന്നത്. എല്ലാ കുടുംബങ്ങളും സന്തോഷത്തിലും പ്രതീക്ഷയിലുമാണ്. നെഹ്റുവിന്റെ കാലത്ത് 12 ലക്ഷം രൂപ സമ്പാദിച്ചിരുന്നെങ്കിൽ ശമ്പളത്തിന്റെ 4/1 നികുതിയായി നൽകേണ്ടി വന്നു. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് 12 ലക്ഷം രൂപ വരുമാനത്തിനു 10 ലക്ഷം രൂപ നികുതി നൽകേണ്ടി വന്നു. എന്നാൽ ബിജെപി സർക്കാരിന് കീഴിൽ ജനങ്ങൾക്ക് നികുതി നൽകേണ്ടി വരില്ല, മോദി പറഞ്ഞു. ഡൽഹിയിൽ ബിജെപി സർക്കാർ രൂപീകരിക്കുമെന്ന് പ്രധാനമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഡൽഹിയിൽ വികസനത്തിന്റെ പുതിയ വസന്തമെത്തും. ഇത്തവണ ഡൽഹിയിൽ ബിജെപി സർക്കാർ രൂപീകരിക്കാൻ പോവുകയാണ്. ആം ആദ്മി അവർക്ക് ലഭിച്ച സമയം പാഴാക്കും. ഭരിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഡൽഹിയിലെ ജനങ്ങളെ സേവിക്കാനുള്ള അവസരം നൽകണം. നിങ്ങൾ നേരിടുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഇല്ലാതാക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നുവെന്നും മോദി പറഞ്ഞു. ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ. എല്ലാ രാഷ്ട്രീയ നേതാക്കളും എൻഎസ്എസിന്റെ ബന്ധുക്കൾ. പത്തനംതിട്ട. മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണെന്ന് എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. മറ്റു പലരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യരാണ്. എല്ലാ രാഷ്ട്രീയ നേതാക്കളും എൻഎസ്എസിന്റെ ബന്ധുക്കളാണ്. എൻഎസ്എസ് സമദൂരം തുടരുമെന്നും സുകുമാരൻ നായർ പറഞ്ഞു. ഒരു കാലത്ത് രാഷ്ട്രീയ നിലപാടെടുത്തത് വിഡ്ഢിത്തരമെന്ന് മനസ്സിലായി. ചെന്നിത്തലയെ എൻഎസ്എസ് ആസ്ഥാനത്തേക്ക് ക്ഷണിച്ചത് എല്ലാവരും ബഹുമാനിക്കുന്ന ആളായതുകൊണ്ടും നായരായതുകൊണ്ടുമാണ്. എസ്എൻഡിപിയെ അവഗണിച്ചതുകൊണ്ട് കോൺഗ്രസ് തകർന്നു എന്ന വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശങ്ങൾക്ക് മറുപടിയില്ല. അദ്ദേഹം അങ്ങനെ പലതും പറയുമെന്നും സുകുമാരൻ നായർ പറഞ്ഞു. നാട്ടുകാർ കണ്ടാൽ നാണക്കേട്. വിഷ്ണുജയ്ക്ക് സൗന്ദര്യമില്ലെന്ന് പ്രബിൻ. എന്നും വഴക്ക്. മുഖത്തടിച്ചു. വിഷ്ണുജയ്ക്ക് ജോലിയില്ലെന്നും തന്റെ സങ്കല്പത്തിനനുസരിച്ചുള്ള സൗന്ദര്യമില്ലെന്നും പറഞ്ഞായിരുന്നു പ്രബിൻ നിരന്തരം പീഡിപ്പിച്ചിരുന്നത്. ബൈക്കിൽ വിഷ്ണുജ വരുന്നതിനോട് പ്രബിൻ താൽപര്യമില്ലായിരുന്നു. നാട്ടുകാർ കണ്ടാൽ നാണക്കേടാണെന്നാണ് പറഞ്ഞിരുന്നത്. എപ്പോഴും തിരക്കിലും ടൂറിലുമായിരുന്നു. എവിടെയും വിഷ്ണുജയെ കൂട്ടിയിരുന്നില്ല. മലപ്പുറം എളങ്കൂരിൽ ആത്മഹത്യ ചെയ്ത വിഷ്ണുജയുടെ സഹോദരി ഭർത്താവ് ശ്രീകാന്ത് പറഞ്ഞു. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് വിഷ്ണുജയുടെ ഭർത്താവ് പ്രബിനെ കസ്റ്റഡിയിലെടുത്തു. ഭർത്തൃവീട്ടിലെ പീഡനമാണ് മരണകാരണമെന്ന് ആരോപിച്ച് ബന്ധുക്കൾ നൽകിയ പരാതിയിലാണ് കേസ്. ചെറിയ ചില പ്രശ്നങ്ങളുണ്ടെന്ന് വീട്ടുകാരോടും ചേച്ചിമാരോടും പറഞ്ഞിരുന്നെങ്കിലും ഇത്രമാത്രം വലുതാണെന്ന് അറിഞ്ഞില്ല. മരണം അറിഞ്ഞ് വീട്ടിലെത്തിയ ചില സുഹൃത്തുക്കളാണ് കടുത്ത മാനസിക പീഡനമാണ് വിഷ്ണുജ അനുഭവിച്ചിരുന്നത് എന്ന് വീട്ടുകാരോട് പറയുന്നത്. പ്രബിൻ പീഡിപ്പിക്കുന്ന കാര്യം സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നെങ്കിലും ഒരു കാരണവശാലും എല്ലാ കാര്യങ്ങളും വീട്ടുകാർ അറിയരുതെന്നും അവർ വിഷമിക്കുമെന്നും വിഷ്ണുജ വിലക്കിയിരുന്നു. പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കാനാകുമെന്നും കടുങ്ങയൊന്നും ചെയ്യില്ലെന്നുമാണ് കൂട്ടുകാരോട് പറഞ്ഞിരുന്നത്. വീട്ടുകാർ ഇടപെട്ടാൽ പ്രബിനുമായുള്ള ബന്ധം ഒഴിവാക്കി വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുമോ എന്നായിരുന്നു അവളുടെ പേടി. തനിക്ക് ജോലി കിട്ടിയാൽ പ്രശ്നങ്ങൾ തീരുമെന്ന് കരുതിയാണ് ഇത്രകാലവും അവിടെ പിടിച്ചുനിന്നത്. കോഴ്സ് തീർന്നു പരീക്ഷ കഴിഞ്ഞാൽ സ്വകാര്യ സ്ഥാപനത്തിലെങ്കിലും ജോലി കിട്ടുമെന്നും അതോടെ പ്രബിന് തന്നോടുള്ള പ്രശ്നങ്ങൾ മാറുമെന്നുമായിരുന്നു വിഷ്ണുജിയുടെ പ്രതീക്ഷ. 3 പെൺകുട്ടികളാണ് വിഷ്ണുജിയുടെ മാതാപിതാക്കൾക്കും. താൻ വീട്ടിൽ വന്നു നിന്നാൽ പ്രായമായ അച്ഛനും അമ്മയ്ക്കും ബാധ്യതയാകുമെന്ന് ഭയന്നിട്ടാകാം ആരോടും പറയാതിരുന്നത്. ഒരു തവണ ഫോൺ വിളിക്കുമ്പോൾ പ്രബിൻ വഴക്കു പറയുന്നത് കേട്ട് എന്താണ് പ്രശ്നമെന്ന് അച്ഛൻ ചോദിച്ചിരുന്നു. ചെറിയ പ്രശ്നമാണ്, സ്വയം തീർത്തോളാം എന്നായിരുന്നു അവൾ പറഞ്ഞത്. പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് അരീക്കോടുള്ള വിഷ്ണുജിയുടെ ചേച്ചിയുടെ ഫോണിലേക്ക് വിളിച്ചാണ് മരണവിവരം അറിയിക്കുന്നത്. അടുത്ത് താമസിക്കുന്നത് ഞാനായതിനാൽ ചേച്ചി എന്നെ വിളിച്ച് വിഷ്ണുജിയുടെ വീട്ടിൽ എന്തോ പ്രശ്നമുണ്ടെന്നും ഉടനെ അങ്ങോട്ടേക്ക് പോകണമെന്നും പറഞ്ഞു. പ്രബിന്റെ വീട്ടിലെത്തുമ്പോൾ അവിടെ കുറച്ചുപേരുണ്ടായിരുന്നു. അതിൽ ഒരാളാണ് മുറിയിലേക്ക് കൊണ്ടുപോയി വിഷ്ണുജിയെ മരിച്ച നിലയിൽ കാണിച്ചു തന്നത്. ഞാൻ അവിടേക്ക് 10 മുതൽ 15 വരെ മിനിറ്റ് കഴിയുമ്പോഴേക്കും പോലീസെത്തി. രാവിലെ 11 മണിയോടെ പ്രബിൻ സിനിമയ്ക്കെന്ന് പറഞ്ഞു പോയതിനു ശേഷമാണ് സംഭവം. പ്രബിന്റെ അമ്മയും വിഷ്ണുജിയും മാത്രമായിരുന്നു പിന്നീട് വീട്ടിൽ. അമ്മ താഴത്തെ മുറിയിലായിരുന്നു. വൈകിട്ട് 5 മണിയോടെ വിഷ്ണുജ മുറി തുറക്കുന്നില്ലെന്ന് പറഞ്ഞതു പ്രകാരം സമീപവാസിയെത്തി വാതിൽ കുത്തിത്തുറന്നപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടതെന്നാണ് അവർ പറയുന്നത്. വൈകിട്ട് 5 മണിയായിട്ടും ഭക്ഷണം കഴിക്കാൻ പോലും വരാതിരുന്ന കുട്ടിയെ ആരും അന്വേഷിച്ചില്ല. പ്രബിന്റെ പീഡനത്തെക്കുറിച്ച് അയാളുടെ വീട്ടുകാർക്കും അറിയാമായിരുന്നു. വിഷ്ണുജിയുടെ കൂട്ടുകാർ വീട്ടിൽ വന്ന സമയം മുഖത്ത് പ്രബിൻ തല്ലിയ പാട് കണ്ട് അവർ അന്വേഷിച്ചിരുന്നു. ഇത് വീട്ടിലുള്ള അമ്മയും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതൊന്നും പുറത്തു പറയാൻ അവർ സമ്മതിച്ചില്ല. വിവാഹം കഴിഞ്ഞ് 1.5 വർഷമായിട്ടും പ്രബിൻ ഒരു ദിവസം പോലും വിഷ്ണുജിയുടെ വീട്ടിൽ വന്ന് നിന്നിട്ടില്ല. അവൾ മാത്രമാണ് വരുന്നത്. അപൂർവമായി വിഷ്ണുജിയെ കൂട്ടിക്കൊണ്ടുപോകാൻ മാത്രം വരും. ആളുകൾക്കിടയിലേക്ക് വരുന്ന സ്വഭാവമില്ലായിരുന്നു. വിവാഹത്തിനു മുൻപ് അന്വേഷിച്ചപ്പോൾ പ്രബിനെക്കുറിച്ച് മോശമായി ഒന്നും കേട്ടില്ല. ഇപ്പോഴാണ് നാട്ടിൽ ഒരു മുഖവും ഉള്ളിൽ മറ്റൊരു മുഖവുമാണെന്ന് മനസ്സിലാക്കുന്നത്, ശ്രീകാന്ത് പറഞ്ഞു.
വന്നത് ഹൃദയത്തിൽ നിന്ന്, വാക്കുകൾ വളച്ചൊടിച്ചു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സുരേഷ് ഗോപിക്കു മനം മാറ്റം. ന്യൂഡൽഹി ആദിവാസി വകുപ്പിന്റെ ചുമതലയിൽ ഉന്നത കുലജാതർ വരണമെന്ന വിവാദ പ്രസ്താവന ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിൻവലിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വേർതിരിവ് മാറ്റണമെന്നാണ് താൻ ഉദ്ദേശിച്ചതെന്നാണ് സുരേഷ് ഗോപിയുടെ വിശദീകരണം. നല്ല ഉദ്ദേശ്യത്തോടെ രാവിലെ പറഞ്ഞ് തന്റെ പരാമർശം വളച്ചൊടിച്ചു. വാക്കുകൾ വന്നത് ഹൃദയത്തിൽ നിന്നാണ്. മുഴുവൻ ഭാഗവും കൊടുത്തതുമില്ല. തന്റെ പാർട്ടിയാണ് ഗോത്രവിഭാഗത്തിൽ നിന്നൊരാളെ രാഷ്ട്രപതിയാക്കിയതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനത്തിന് ഉന്നതകുലജാതൻ മന്ത്രിയാകണമെന്ന സുരേഷ് ഗോപിയുടെ പരാമർശം വിവാദമായിരുന്നു. ആദിവാസി ക്ഷേമ വകുപ്പ് കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നെന്നും ഉന്നതകുലജാതൻ വകുപ്പ് മന്ത്രിയായാൽ വലിയ മാറ്റങ്ങളുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹി മയൂർ വിഹാറിൽ BJP കേരള ഘടകം സംഘടിപ്പിച്ച തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പ്രസംഗിക്കുമ്പോഴായിരുന്നു പരാമർശം. 2016 MPയായ കാലഘട്ടം മുതൽ മോദിജിയോട് ആവശ്യപ്പെടുന്നതാണ്, എനിക്ക് സിവിൽ ഏവിയേഷൻ വേണ്ട, ട്രൈബൽ തരൂ എന്ന്. നമ്മുടെ നാട്ടിലെ മറ്റൊരു ശാപമാണിത്. ട്രൈബൽ വകുപ്പ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്ത ആളാവുകയേയില്ല. എന്റെ ആഗ്രഹമാണ് ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിനു വേണ്ടി ട്രൈബൽ മന്ത്രിയാകണം. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നാക്ക ജാതികളുടെ ഉന്നമനത്തിനായി മന്ത്രിയാക്കണം. ഈ പരിവർത്തനം നമ്മുടെ ജനാധിപത്യത്തിൽ ഉണ്ടാകണം. ജാതിവശാൽ ഉന്നത കുലജാതനെന്ന് നമ്മൾ കരുതുന്ന ഒരു ബ്രാഹ്മണനോ നായിഡുവോ ഗോത്രവർഗത്തിന്റെ കാര്യങ്ങൾ നോക്കട്ടെ, വലിയ വ്യത്യാസമുണ്ടാകും. ഇക്കാര്യം ഞാൻ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതിനൊക്കെ ചില ചിട്ടവട്ടങ്ങളുണ്ട് എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ. നീണ്ട കാത്തിരിപ്പ്, നിരാശ മാത്രം ബാക്കി. ഇത്തവണയും കേരളത്തിന് എയിംസ് ഇല്ല. കോഴിക്കോട് ഇത്തവണയും കേരളത്തിന്റെ എയിംസ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് സ്വപ്നം മരീചികയായി. ബജറ്റിൽ പ്രഖ്യാപനം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഉണ്ടായില്ല. 2014 അരുൺ ജെയ്റ്റ്ലി ധനമന്ത്രിയായിരുന്നപ്പോഴാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചില്ലെങ്കിലും കേരളത്തിന് എയിംസ് അനുവദിക്കാമെന്ന് അറിയിച്ചത്. പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന പദ്ധതിയിൽ വിവിധ ഘട്ടങ്ങളിലായി രാജ്യത്ത് 22 എയിംസുകൾ അനുവദിച്ചെങ്കിലും കേരളത്തിന് മാത്രം ലഭിച്ചില്ല. ഓരോ തവണയും കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപനം പ്രതീക്ഷിക്കുമെങ്കിലും നിരാശയായിരുന്നു. ഇത്തവണയും അത് സംഭവിച്ചു. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കേരളം ആവശ്യപ്പെടുന്നതാണ് എയിംസ്. കോഴിക്കോട് കിനാലൂരിൽ 200 ഏക്കർ കണ്ടെത്തി കേന്ദ്രത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷന്റെ KSIDC 150 ഏക്കർ ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് കൈമാറി. ഭാവി വികസനം കൂടി കണക്കിലെടുത്ത് 250 ഏക്കർ ഭൂമിയാണ് സംസ്ഥാനം ഇവിടെ സജ്ജമാക്കുന്നത്. 100 ഏക്കർ സ്വകാര്യ ഭൂമി കൂടി ഏറ്റെടുക്കാനുള്ള നടപടി പുരോഗമിക്കുകയാണ്. കേരളത്തിൽ ആരോഗ്യമേഖലയിൽ പിന്നാക്കം നിൽക്കുന്ന മേഖലയാണ് മലബാർ. നിപ പോലുള്ള രോഗങ്ങൾ ഓരോ വർഷവും വരുന്നതും വലിയ വെല്ലുവിളിയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് മലബാറിലെ മിക്ക ജില്ലകളിൽ നിന്നുള്ളവരുടെയും ഏക ആശ്രയം. ഇത്തവണയെങ്കിലും എയിംസ് വരുമെന്ന പ്രതീക്ഷ ബജറ്റ് അവതരണം കഴിഞ്ഞതോടെ അവസാനിച്ചു. ജനറേറ്ററിന് ചെലവ് കൂടുതൽ, മൊബൈൽ ഫോണിന്റെ വെട്ടത്തിൽ 11 കാരന്റെ തലയിൽ തുന്നലിട്ട് ആശുപത്രി അധികൃതർ. വൈക്കം വീടിനുള്ളിൽ വീണ് തലയ്ക്ക് പരിക്കേറ്റ 11 കാരന്റെ തലയിൽ തുന്നലിട്ടത് മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിലെന്ന് ആരോപണം. ശനിയാഴ്ച വൈകിട്ട് 4:30 വൈക്കം താലൂക്ക് ആശുപത്രിയിലാണ് സംഭവം. ചെമ്പ് മുറിഞ്ഞുപുഴ കൂമ്പയിൽ KP സുജിത്ത് സുരഭി ദമ്പതികളുടെ മകൻ S ദേവദീർത്തി 11-നാണ് വീട്ടിനുള്ളിൽ തെന്നി വീണ് തലയുടെ വലതുവശത്ത് പരിക്കേറ്റത്. അമിത രക്തസ്രാവത്തെ തുടർന്ന് മാതാപിതാക്കൾ ഉടനെ വൈക്കം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. അത്യാഹിത വിഭാഗത്തിൽ നിന്ന് മുറിവ് ഡ്രസ് ചെയ്യാനായി കുട്ടിയെ ഡ്രസ്സിംഗ് റൂമിലെത്തിച്ചു. എന്നാൽ ഇവിടെ ഇരുട്ടായതിനാൽ ഇവർ അകത്തേക്ക് കയറിയില്ല. ഏറെ നേരം കാത്തിരുന്ന ശേഷം അറ്റൻഡർ എത്തി. മുറിക്കുള്ളിൽ വൈദ്യുതി ഇല്ലെന്ന് പറഞ്ഞ അറ്റൻഡർ ദേവദീർത്തിനെ OP കൗണ്ടറിന്റെ മുന്നിലിരുത്തി. മുറിവിൽ നിന്നും രക്തമൊഴുകിയതോടെ കുട്ടിയെ വീണ്ടും ഡ്രസ്സിംഗ് മുറിയിലേക്ക് മാറ്റി. ഇരുട്ടാണല്ലോ, വൈദ്യുതി ഇല്ലേ എന്ന മാതാപിതാക്കളുടെ ചോദ്യത്തിന് ജനറേറ്ററിന് ഡീസൽ ചെലവ് കൂടുതലാണെന്നും വൈദ്യുതി പോയാൽ തുടർച്ചയായി പ്രവർത്തിപ്പിച്ച് വെക്കാറില്ലെന്നുമായിരുന്നു അറ്റൻഡറുടെ മറുപടി. തുടർന്ന് മുറിവ് ഡ്രസ്സ് ചെയ്ത് തുന്നലിടാൻ അത്യാഹിത വിഭാഗത്തിലേക്ക് കുട്ടിയെ എത്തിച്ചു. അവിടെയും വൈദ്യുതി ഇല്ലാത്തതിനാൽ ജനലിന്റെ അരികിൽ ദേവദീർത്തി നിരുത്തി മൊബൈലിന്റെ വെളിച്ചത്തിൽ ഡോക്ടർ തുന്നലിടുകയായിരുന്നുവെന്നാണ് കുട്ടിയുടെ മാതാപിതാക്കളുടെ ആരോപണം. ദേവദീർത്തിന് തലയിൽ 2 തുന്നലുകളുണ്ട്. സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ആഴ്ചകൾക്ക് മുമ്പ് ആശുപത്രിയുടെ ലിഫ്റ്റ് തകരാറിലായി ജീവനക്കാരടക്കം 6 പേർ അരമണിക്കൂറോളം കുടുങ്ങിയ സംഭവമുണ്ടായിരുന്നു. നെല്ലിപ്പൊയിൽ അങ്ങാടിയുടെ പരിസര പ്രദേശങ്ങളിൽ പുലിയുടെ സാന്നിധ്യമുള്ളതായി സംശയം. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തുന്നു. കോടഞ്ചേരി നെല്ലിപ്പൊയിൽ അങ്ങാടിക്ക് സമീപം മിൽക്ക് സൊസൈറ്റിയുടെ സമീപത്തായി വക്കച്ചൻ കുന്നത്തേട്ടന്റെ വീടിന് സമീപം പുലിയുടെ സാന്നിധ്യം കണ്ടതായി സംശയിക്കുന്നു. വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് സ്ഥലത്തെത്തുകയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയും ചെയ്തു. തുടർന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി സ്ഥലം സന്ദർശിക്കുകയും സമീപത്തുള്ള വീടുകളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു. പുലിയെ കണ്ടെന്ന് പറയപ്പെടുന്ന വാഹനത്തിലുണ്ടായിരുന്നവരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. സ്ഥലത്ത് നിലവിൽ ഉദ്യോഗസ്ഥരും നാട്ടുകാരും പരിശോധന നടത്തുന്നു. പുല്ലൂരാമ്പാറയിൽ വിദ്യാർത്ഥിയെ ആക്രമിച്ച നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം പുല്ലൂരാമ്പാറ പള്ളിപ്പടിയിൽ സ്കൂൾ വിദ്യാർത്ഥിയെ ആക്രമിച്ച നായയ്ക്ക് പേവിഷബാധ ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചു.
പുല്ലൂരാമ്പാറയിലും പള്ളിപ്പടിയിലും നിരവധി നായകൾ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്നതിനാൽ വിദ്യാർത്ഥികളടക്കം എല്ലാവരും ജാഗരൂകരായിരിക്കണം എന്ന് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിക്കുന്നു. ഫൈനലും നിസ്സാരം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ വമ്പൻ വിജയം. അണ്ടർ-19 വനിതാ ലോകകപ്പ് ഇന്ത്യയ്ക്ക്. ക്വാലലംപൂർ. അണ്ടർ-19 വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ കിരീടം നിലനിർത്തി ഇന്ത്യ. ഫൈനൽ പോരാട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 9 വിക്കറ്റ് വിജയവുമായാണ് ഇന്ത്യയുടെ കിരീടനേട്ടം. ഏകപക്ഷീയമായ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ഉയർത്തിയ 83 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് 11.2 ഓവറിൽ ഇന്ത്യയെത്തി. ടൂർണമെന്റിലുടനീളം അനായാസ വിജയങ്ങൾ സ്വന്തമാക്കിയ ഇന്ത്യയ്ക്ക് ഫൈനലിൽ ദക്ഷിണാഫ്രിക്ക ഒരു ഘട്ടത്തിലും വെല്ലുവിളിയായില്ല. മറുപടി ബാറ്റിംഗിൽ 5-ാം ഓവറിൽ ജി. കമാലിനിയെ 13 പന്തിൽ 8 നഷ്ടമായെങ്കിലും കൂടുതൽ വിക്കറ്റുകൾ പോകാതെ ഇന്ത്യ വിജയത്തിലെത്തി. 33 പന്തിൽ 44 റൺസെടുത്ത് ഗൊങ്കടി തൃഷിയും 22 പന്തിൽ 26 റൺസെടുത്ത് സനിക ചൽഫിയും നിലയുറപ്പിച്ചതോടെ 52 പന്തുകൾ ബാക്കി നിൽക്കെ ഇന്ത്യ വിജയ റൺസ് കുറിച്ചു. ടോസ് നേടിയ ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ കൈല റെയ്നയെ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. പക്ഷേ ഈ തീരുമാനം തെറ്റായിപ്പോയെന്ന് തുടക്കത്തിൽ തന്നെ അവർക്ക് ബോധ്യമായി കാണണം. 18 പന്തിൽ 23 റൺസെടുത്ത മൈക്ക് വാൻ വോസ്റ്റാണ് ദക്ഷിണാഫ്രിക്കയുടെ ടോപ്പ് സ്കോറർ. 2-ാം ഓവറിലെ അവസാന പന്തിൽ ദക്ഷിണാഫ്രിക്കൻ ഓപ്പണർ സിമോൺ ലോറൻസിനെ 0-ന് പുറത്താക്കി പരിണിത സിസോദിയാണ് ഇന്ത്യയുടെ വിക്കറ്റ് വേട്ടയ്ക്ക് തുടക്കമിട്ടത്. 14 പന്തിൽ 16 റൺസെടുത്ത ജെമ്മ ബോധയെ ഷബ്നം സഗിൽ വിക്കറ്റ് കീപ്പർ കമാലിനിയുടെ കൈകളിലെത്തിച്ചു. പിന്നാലെയെത്തിയ ഡയറ രംഗനും 3 ക്യാപ്റ്റൻ കൈലയും 7 അതിവേഗം മടങ്ങിയതോടെ ദക്ഷിണാഫ്രിക്ക സമ്മർദ്ദത്തിലായി. പവർ പ്ലേ ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 29 റൺസ് മാത്രമാണ് ദക്ഷിണാഫ്രിക്ക അടിച്ചത്. മൈക്ക് വാൻ വോസ്റ്റും ഫേ കൗലിങ്ങും 20 പന്തിൽ 15 പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതിരോധം അധികം നീണ്ടില്ല. മൈക്കിനെ തൃഷിയും ഫേ കൗലിങ്ങിനെ വൈഷ്ണവി ശർമ്മയും വീഴ്ത്തി. വാലറ്റത്ത് ഷേഷ്ലി നായിഡു, ആഷ്ലി വാൻലിക്ക്, മൊണാലിസ ലഗോഡി എന്നിവരെ റണ്ണൊന്നുമെടുക്കാതെ മടങ്ങിയതോടെ ദക്ഷിണാഫ്രിക്ക 20 ഓവറിൽ 82 ഒതുങ്ങി. പാദസരം നഷ്ടപ്പെട്ടു. നെല്ലിപ്പൊയിൽ മുത്തപ്പൻപുഴ സ്വദേശിനിയുടെ സ്വർണ്ണ പാദസരം ഇന്ന് വൈകുന്നേരം കോടഞ്ചേരിയിൽ നിന്ന് മുത്തപ്പൻപുഴയിലേക്കുള്ള യാത്രാമധ്യേ നഷ്ടപ്പെട്ടു. പാദസരം കണ്ടുകിട്ടുന്നവർ ദയവായി കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ 947375939143. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.